നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അപ്രന്റീസ്മാരുടെ ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. ഏകദേശം സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു മികച്ച പൊതുമേഖലാ ബാങ്കാണ്. 4500-ലധികം ബ്രാഞ്ചുകളും 7 ലക്ഷം കോടി ബിസിനസ്സുമായി നടത്തുന്ന ഒരു മികച്ച പൊതുമേഖലാ ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അവിടെ ഏകദേശം 4500 അപ്രന്റീസ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്രന്റീസ്ഷിപ്പ് 1 വർഷത്തേക്കായിരിക്കും ലഭിക്കാം. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഈ ഫൈനാൻഷ്യൽ ഇയറിലേക്കാണ് ഈ 4500 അപ്രന്റീസ്മാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 2020 ജൂൺ 7 മുതൽ ജൂൺ 23 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. എക്സാമിനേഷൻ വഴിയായിരിക്കും സെലക്ഷൻ കാര്യം മനസ്സിലാക്കുക. ആ എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. ഫീസ് അടയ്ക്കാൻ വേണ്ടി ജൂൺ 25 വരെ സമയം ലഭിക്കും. ജൂലൈ ഫസ്റ്റ് വീക്ക് 2025 ജൂലൈ ഫസ്റ്റ് വീക്കിൽ ടെൻഡേറ്റീവ് ആയിട്ട് ഇപ്പോൾ എക്സാം നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ വേരിയേഷൻ ഒരു വിഷയം ആ സമയത്ത് തന്നെ നടക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിപ്പയർ ആയിരിക്കും, അപ്ലൈ ചെയ്തിട്ട് പ്രിപ്പയർ ആയിരിക്കും. എലിജിബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ നിർബന്ധമായി അവർ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NITS-ന്റെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ NITS പോർട്ടലിൽ നിർബന്ധമായി രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രം ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. പ്രായം 20 മുതൽ 28 വയസ്സ് വരെയാണ്. എന്നാൽ SC/ST-കാരാണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും, ഉയർന്ന പ്രായപരിധിയിലുള്ള ഇളവ് ലഭിക്കുന്നതായിരിക്കും. 12 മാസത്തേക്കായിരിക്കും ഈ ട്രെയിനിങ് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. റിട്ടൺ ടെസ്റ്റ് വഴിയായിരിക്കും സെലക്ഷന് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. റിട്ടൺ ടെസ്റ്റിൽ 100 മാർക്കിന്റെ 100 ചോദ്യങ്ങളായിരിക്കും. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിലേക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചോദ്യങ്ങൾ ലഭിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പരീക്ഷയ്ക്ക് മാത്രം അതിനകത്ത് ഇംഗ്ലീഷിലായിരിക്കും ചോദ്യങ്ങൾ. ബാക്കിയെല്ലാം എന്ത് ലാംഗ്വേജിലും ലഭിക്കുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിനുശേഷം ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാകും. അത് ക്വാളിഫൈ ചെയ്യാൻ മാത്രം മതിയാകും. കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നതിനെങ്കിൽ ഇംഗ്ലീഷ് മലയാളം അറിഞ്ഞിരിക്കണം. മലയാളം നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഫൈനൽ സെലക്ഷൻ ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനുള്ള ശേഷമായിരിക്കും. ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞത് 1 വർഷത്തേക്കായിരിക്കും ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രെയിനിങ് സമയത്ത് പ്രതിമാസം 15,000 രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്ന പ്രത്യേകത ഉണ്ട്. കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതിനുശേഷം അപ്രന്റീസ്ഷിപ്പിന് ശേഷം ഒരു അസസ്മെന്റ് ഉണ്ടാകുന്നതിന് ശേഷമായിരിക്കും പാലരാറ്റ് കിട്ടുന്നവർക്കെല്ലാം സർട്ടിഫിക്കറ്റും ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. ഡിസബിലിറ്റി ഉള്ളവർക്ക് 400 രൂപയും GST-യുമാണ്. എന്നാൽ SC/ST-കാർക്കും വനിതകൾക്കും എക്കണോമിക്കലി വീക്കർ ഉള്ളവർക്കും 600 രൂപയും GST-യുമാണ്. മറ്റുള്ളവർക്കെല്ലാം 800 രൂപയും GST-യുമായിരിക്കും അപേക്ഷാ ഫീസ് എന്ന കാര്യം മനസ്സിലാക്കുക. ഫീസും ഓൺലൈനായിട്ട് തന്നെ വേണം അടയ്ക്കുവാനായിട്ടുള്ള. ഇനി നമ്മൾ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും? നമ്മൾ ആദ്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, NITS-ന്റെ പോർട്ടലിൽ നിർബന്ധമായും അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിനായിട്ട് നിങ്ങൾ https:/NITS.education.go.in എന്ന സൈറ്റിൽ പോവുക. ഇതിൽ സ്റ്റുഡന്റ് രജിസ്റ്റർ ബാർ ലോഗിൻ എന്നുള്ള സെക്ഷനിലേക്ക് നിങ്ങൾ നാവിഗേറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ അതിനുശേഷം ഈ സൈറ്റിൽ പോയിട്ട് https:/NITS.education.go.in/assets/manual_manual.pdf എന്ന സൈറ്റിൽ നമ്മൾ നോക്കിയ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സ് യൂസർ മാനുവൽ ഉണ്ട്. അത് നോക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനുശേഷം നിങ്ങൾ ഈ പോർട്ടലിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് https:/NITS.education.go.in/student_type/.php എന്ന സൈറ്റിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൻട്രൽ ബാങ്കിന്റെ അഡ്വർടൈസ്മെന്റ് അവിടെ കാണാനായിട്ട് പറ്റും. അതിൽ സബ്മിറ്റ് ചെയ്ത് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൂടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഒരു ഇമെയിൽ ലഭിക്കുന്നതായിരിക്കും. ആ ഇമെയിൽ BFS ISSC എന്ന സൈറ്റിൽ നിന്നായിരിക്കും ലഭിക്കുക. അത് info@bfsissc.com എന്ന സൈറ്റിൽ നിന്നായിരിക്കും നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഏത് സെന്റർ, ഏത് ജില്ലയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസർ, മറ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും ഫീസ് അടയ്ക്കാനായിട്ടുള്ള നിർദ്ദേശം നിങ്ങൾക്ക് മെയിലിൽ കൂടെ ലഭിക്കും. അപ്പോഴാണ് നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് അപ്രന്റീസ്ഷിപ്പിന്റെ അപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്തവർക്കാണ് ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ ശേഷം ആയിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ആ സമയത്തൊക്കെ എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ ഇൻഫർമേഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സെൻട്രൽ ബാങ്കിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. https://www.centralbankofindia.co.in/en എന്ന ഈ സൈറ്റ് നമ്മൾ നോക്കിയാൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇടയ്ക്കൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതോടൊപ്പം ഈ കേരളത്തിലെ വേക്കൻസികൾ 116 വേക്കൻസികളാണ് കേരളത്തിലുള്ളത് എന്ന കാര്യം പ്രത്യേക ജില്ലകളിലാണെന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം.
കേരളത്തിലെ എറണാകുളം 11, ഇടുക്കി 4, കണ്ണൂർ 5, കാസർഗോഡ് 1, കോട്ടയം 9, കോഴിക്കോട് 4, മലപ്പുറം 3, പാലക്കാട് 5, തൃശ്ശൂർ 10, വയനാട് 4, ആലപ്പുഴ 8, കൊല്ലം 16, പത്തനംതിട്ട 16, തിരുവനന്തപുരം 20 അങ്ങനെയാണ് കേരളത്തിൽ 116 വേക്കൻസികളാണുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. എത്രയധികം വീഡിയോ ഗുണമായും കണ്ട് നൽകപ്പെടുന്നതോടൊപ്പം ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം. തികച്ചും ഒരു വർഷം നല്ല ഒരു ഓൺ ജോബ് ട്രെയിനിങ് ആയിരിക്കും ലഭിക്കുക. ഭാവിയിലെ കരിയറിനും വളരെയധികം പ്രയോജനം ചെയ്യും. അതിനാൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.